സ്വാധീനിച്ച മറ്റൊരു ഗ്രന്ഥം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ഭൂമിയിൽ ഇനി ഉണ്ടാവുകയുമില്ല. അന്നും ഇന്നും എന്നും ജീവൻ തുടിക്കുന്ന വചനം, ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിൻ്റെയും അചഞ്ചലമായ വിശ്വസ്തതയുടെയും അഗാധമായ സ്നേഹത്തിൻ്റെയും കീർത്തനങ്ങളാൽ മുഖഭരിതമാണ് വിശുദ്ധ ഗ്രന്ഥം. ദൈവകരങ്ങളിൽ സംഗ്രഹിക്കപ്പെട്ട മനുഷ്യന്റെ നീതിദീപ്തമായ ചരിത്രം ബൈബിളിൽ കാലങ്ങൾക്ക് മുൻപേ എഴുതപ്പെട്ടു. സൗഭാഗ്യപൂർണമായ അവസ്ഥയിൽ 6-ാം ദിവസം ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും ആദവനെ സൃഷ്ടിച്ചു. അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം അവന് ചേർന്ന ഇണയെ സൃഷ്ടിച്ചു. ഇവൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസം എന്ന് പറഞ്ഞ് ആദ്യ മാതാപിതാക്കൾ ആദമും ഹവ്വയും വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് ആദത്തെയും ഹവ്വയെയും ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. BC 19-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച അബ്രഹാമിന്റെ വിളിയാണ് ബൈബിളിലെ രക്ഷാചരിത്രത്തിന്റെ ആരംഭം. ദൈവവിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് അബ്രഹാമിന്റെ ഭാര്യ സാറായിക്ക് സന്താന സൗഭാഗ്യം ഏറെ വൈകിയാണ് ലഭിച്ചത്. തന്റെ ഏകപുത്രനോടൊപ്പം ദൈവകൽപ്പന അനുസരിച്ച മോറിയാമലയിൽ വെച്ച് വീണ്ടും അബ്രഹാം ദൈവത്തെ അനുസരിക്കുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും നിനക്ക് സന്തതി പരമ്പര ഉണ്ടാകട്ടെ. ഇസ്രായേലിനെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചനം നേടിക്കൊടുത്ത് മാർഗദർശിയായി ദൈവം നിയോഗിച്ച ജലത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട മോശ വിഗ്രഹാരാധനകളെ തച്ചുടച്ച് ദൈവകൽപ്പനകൾ പകർന്നു നൽകി ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ വാഗ്ദാന ഭൂമിയിലേക്ക് നയിച്ച വ്യക്തി, ദൈവത്തെ മുഖാമുഖം കണ്ടവനും ഏറെ സൗമ്യനുമായ മോശ. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും കനാനിലേക്ക് നയിച്ച കൊണ്ടുപോകാൻ സഹോദരനായ മോശയോടും അഹരോനോടും ഒപ്പം നിന്ന ധീര വനിത മിരിയാം. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ നടങ്ങിയപ്പോൾ ഉണങ്ങിയ നിലത്തുകൂടി അപ്പുറം കിടന്നപ്പോൾ മിരിയാം തപ്പെടുത്ത് നൃത്തം ചെയ്തു. ഇന്ത്യ മുതൽ എത്യോപ്യ വരെ നീണ്ടുകിടന്നിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നു അഹേശ്വര ചക്രവർത്തി. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേം ദേവാലയം നശിപ്പിച്ച് യഹൂദ ജനതയെ അടിമകളാക്കി കൊണ്ടുപോയതിന് പിന്നാലെ എബ്രായ ജനത വിവിധ ദേശങ്ങളിലായി സ്ഥിരീകരിക്കപ്പെട്ടു. അങ്ങനെ അഹേശ്വരസ് രാജാവിന്റെ പേർഷ്യൻ സാമ്രാജ്യത്തിൽ വാസമുറപ്പിച്ച യഹൂദ ജനത സമൂലം നശിക്കപ്പെടുന്ന ഭീഷണിയുമുണ്ടായി. എന്നാൽ മറ്റൊരു പുറപ്പാട് സംഭവം പോലെ യഹൂദ ജനത എസ്തേർ എന്ന യുവതിയുടെ പുതിയൊരു വിമോചന കാലം സംജാതമായി. യഹോവയോടും അമ്മാവിയമ്മയോടും നവോമിയോടുമുള്ള ഇഷ്ടം കാരണം തന്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും വിട്ട് യഹൂദ ദേശത്തെത്തിയ മോവാബുകാരിയായ സ്ത്രീ രൂത്ത് ബോവസ് തന്റെ ദൈവഭക്തിയും കഠിനാധ്വാനവും വിശ്വസ്തതയും കൊണ്ട് യേശുവിന്റെ വംശാവലിയിൽ ഇടം പിടിച്ച മഹിളാ രക്തം. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും എന്ന് ഉറച്ച നിലപാട് സ്വീകരിച്ച രൂത്ത് മരുമക്കൾക്ക് ഒരു മാതൃകയാണ്. നന്മ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ ധന്യ, നിൻ ഉദരഫലം അനുഗ്രഹിതം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകിയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവനെ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുകയും
തല പോകേണ്ടി വന്നാലും സത്യത്തിനായി നിലകൊള്ളുന്ന സ്നാപക യോഹന്നാൻ, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ വിട്ടൊഴിഞ്ഞുകൊള്ളുകയും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിൽ ഇട്ട് കളയുന്നു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിക്കുന്നു. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പെടുപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. യേശു തിരഞ്ഞെടുത്ത ശിഷ്യന്മാരിൽ പ്രധാനിയാണ് പത്രോസ്. ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുവാനാവുന്നേ യേശു പത്രോസിന് ഉറപ്പ് കൊടുത്തു. പത്രോസേ, നീ പാറയാകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പുതിയ നിയമസഭാ സ്ഥാപനത്തിനായി ദൈവം ഉപയോഗിച്ച പത്രോസ്. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ മശിഹായെ ഞാൻ കണ്ടെത്തി എന്ന് യേശുവിനെ കുറിച്ച് ലോകത്തോട് സാക്ഷീകരിച്ച ആദ്യത്തെ വനിത ശമരിയ സ്ത്രീ. നിത്യജലം നീ വിശ്വാസമിയെന്ന് കുടിച്ച നാരി നിനക്കൊരു നാളും ദാഹിക്കില്ല. നാരി നിനക്കൊരു നാളും ദാഹിക്കില്ല. മഹിളെ നീ വീട്ടിൽ പോയി കണവനെയും കൊണ്ടുവരുന്നി. അപ്പോൾ ഞാൻ കോരി വിളമ്പാം ജീവന്റെ ജലം. അപ്പോൾ ഞാൻ കോരി വിളമ്പാം ജീവന്റെ ജലം. സത്യം തന്നെ കണവന്മാരഞ്ചുണ്ടായി. ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. മകളെ നീ ശങ്കിക്കണ്ട, ദൈവത്തിൻ പുത്രൻ തന്നെ നിൻ മുൻപിൽ നിൽക്കുന്നു. നീ അറിഞ്ഞുകൊള്ളുക, നിൻ മുൻപിൽ
തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ദൈവത്തിന് സ്തോത്രം.